വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് ഇരു സമസ്തകളുടെയും ശക്തമായ ഒരു പ്രതിഷേധ സംഗമം, ആ ഒരു വേദിയും അതേപോലെ തന്നെ ഗംഭീരമായ പണ്ഡിത നേതൃത്വങ്ങളും കൃത്യമായ നിലപാടുകളും പറയുന്നത് വളരെ, അതായത് 2 ദിവസവും വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ കേട്ടു, അതിനെ സൂക്ഷ്മമായി കേട്ട് എന്താ പറയുക, വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ബഹുമാനപ്പെട്ട ഹൈത്തമിയുടെ പ്രഭാഷണം. അതായത് വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പമാകട്ടെ, വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാകട്ടെ, നമ്മളെ ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങളെ അങ്ങനെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും തന്നെ വിടാതെ എല്ലാ പരാമർശങ്ങളും അടങ്ങിക്കൊണ്ട് വളരെ വ്യക്തവും കൃത്യവും നിലപാടോടു കൂടി ആർജവത്തോടു കൂടി ഹൈത്തമി ഓരോ കാര്യങ്ങളെ കൃത്യമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ അതേ വിഷയം തന്നെയാണ് മാസങ്ങളോളമായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലൂടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതിൽ വളരെയധികം അഭിമാനം തോന്നി. ഹൈത്തമി പറഞ്ഞത് തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെയും അഭിപ്രായം. അത് വഖഫ് തന്നെയാണ്. മാത്രമല്ല അമെൻമെൻറ്റ് കൊണ്ടുവന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മുസ്ലിം സംഘടനകളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും മതേതര ചേരികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോഴാണ് പലരും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി വിയോജിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, വി ഡി സതീശൻ്റെ പരാമർശം ശരിയല്ല എന്ന് തന്നെ ആർജവത്തോടു കൂടി ഹൈത്തമി പറഞ്ഞു വെക്കുമ്പോൾ ആലോചിച്ച് നോക്കും. മാസങ്ങളായിട്ട് ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും വള്ളിപ്പുള്ളി വിടാതെ ഹൈത്തമി വളരെ കൃത്യമായി അതിനെ പറയുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട മുക്ക ഉമർ ഫൈസിയുടെ വരവ്, അതായത് ആർജവത്തോടു കൂടി ആ പണ്ഡിതൻ പറയുകയാണ് മുൻപ് വഖഫ് വിഷയം തന്നെയാണെന്ന് പറഞ്ഞ ആ പണ്ഡിതൻ്റെ ആ ഒരു സ്റ്റേജിലേക്കുള്ള വരവ്, ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ കേട്ടു. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ അണിനിരന്നുകൊണ്ട് രാഷ്ട്രീയത്തെ മതപരമായ ഒന്നിലേക്ക് ഈ സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള അജണ്ട വന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരു സമസ്തകളും എടുത്ത നിലപാടുണ്ട്. അത് വല്ലാത്തൊരു ആശ്വാസം നൽകുന്നതെന്നും മാത്രമല്ല വല്ലാത്തൊരു പ്രതീക്ഷ നൽകുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ മീഡിയ വണ്ണുകാരോട് ഈ വിഷയത്തിൽ പറയാനുണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കണം. മീഡിയ വണ്ണുകാരോട് പറയാനുള്ളത്, നിങ്ങൾ പല വിഷയങ്ങളും ഒക്കെ നല്ല വ്യക്തവും കൃത്യമായി ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നേരെ മറിച്ച് ഈ ഒരു വഖഫുമായി ബന്ധപ്പെട്ട ഈ ഇരു സമസ്തകളുടെയും നേതൃത്വങ്ങളുടെ സമ്മേളനത്തെ നിങ്ങൾ പരമാവധി കുളമാക്കി ചളമാക്കാൻ നോക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനാ സങ്കുചിതത്വം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ജിഫ്രി തങ്ങൾ വന്നിട്ടില്ല, വിട്ടുനിന്നു. അദ്ദേഹത്തിന് ശാരീരികപരമായൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അതിൽ പങ്കെടുത്തു എന്നുള്ളത് അതിനെ പോസിറ്റീവായി കാണാതെ അവിടെയൊക്കെ വിഭാഗീയതയുടെ സ്വരം കൊടുക്കാനാണ് മീഡിയ വൺ ശ്രമിച്ചത് എന്ന് വളരെ പച്ചയായ. അപ്പം ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിലും അവരുമായിട്ടൊക്കെ വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ്. പക്ഷെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മളൊക്കെ അതിനെ വീക്ഷിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, നിഷ്പക്ഷമായി പറയുകയാണ്, നിങ്ങൾ ഈ പണിയെടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് സംഘടന കുത്തിത്തിരിപ്പാണെന്നുണ്ടെങ്കിൽ അതിന് മീഡിയ വൺ എന്ന് പേരിട്ടിട്ട് ഈ പണിയെടുക്കരുത് എന്നുള്ളത് പച്ചക്ക് പറയാണ്. അത് ശരിയല്ല. അതിന് നിങ്ങൾ സംഘടനാപരമായിട്ട് എന്തെങ്കിലും ആശയ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള വേദി ഒരുക്കും. അല്ലാതെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഒരു മീഡിയയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഇരു സമസ്തകളും നടത്തിയ സമ്മേളനത്തെ അതിനെ വിഭാഗീയത സൃഷ്ടിച്ച് അതിൽ കുത്തിത്തീർപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നിങ്ങൾ കൊടുത്തത് എന്നുള്ളത് വളരെ വ്യക്തവും അതെല്ലാവർക്കും ബോധ്യപ്പെട്ട വിഷയമാണ്. പല ആളുകളോടും സംസാരിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണ് അവരാ ചെയ്തത്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിലൊക്കെ വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ഘോരം പ്രസംഗിക്കുന്ന ആളുകൾ അതേ വിഷയത്തിൽ തന്നെ ഇരു സമസ്തയുടെ നേതൃത്വങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് അവരുടേതായ നിലപാടുകൾ പറയുന്നതിൽ പിന്നെ എന്തിനാ കുത്തിത്തിരിപ്പുണ്ടാക്കണം? അപ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാടുകളുടെ ലക്ഷ്യമെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരില്ലേ? നമുക്കത് സംശയിക്കേണ്ടി വരികയാണ്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മീഡിയ വണ്ണിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനത്തെ പണിയെടുക്കരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പിന്നെയുള്ളൊരു വിഷയം, മുജാഹിദ് പ്രസ്ഥാനങ്ങളിലെ നേതൃത്വങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു സമ്മേളനമല്ലേ എന്നാണ് എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു നേതാവാണ് ഇപ്പോൾ ഹുസൈൻ മടവൂർ. അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ട് തരിപ്പണായി നിൽക്കുകയാണ് മുസ്ലിം സമുദായം. അതൊരു നിലപാടാണോ? അല്ലല്ലോ. പിന്നെ അങ്ങനത്തെ ഒരു പ്രസ്ഥാന നേതാവിനെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ മറ്റ് KNMൻ്റെ മറ്റു ആളുകളുടെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല.
എന്താണ് വ്യക്തമാക്കിയത് എന്നുള്ളത് നിങ്ങൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ വീഡിയോയിലൊന്ന് അയച്ചു തരൂ. എന്നാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ മുജാഹിദിൻ്റെ എത്രയോ വിഭാഗങ്ങളുണ്ട്, ആ വിഭാഗങ്ങളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ ഒരു പ്രസ്താവന ഇറക്കിക്കോളൂ. സുന്നികളൊപ്പം കൂടണ്ട. അതിവിടെ സംഭവിക്കാത്തിടത്തോളം കാലം ഇവിടെ ഐക്യപ്പെട്ടുകൊണ്ട് ഇരു സുന്നി വിഭാഗങ്ങളും നടത്തിയ ആ ഒരു കാര്യത്തെ അതിനെ പോസിറ്റീവായി കാണുന്നു. മാത്രമല്ല അവരാ പറഞ്ഞ നിലപാട് ഹൈത്തമിയൊക്കെ വളരെ വ്യക്തവും കൃത്യവുമായി അതിനെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആ ഒരു സാഹചര്യം കാണുന്നു. അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയുള്ള ഒരുമിക്കലുകൾ പൊതുവിഷയങ്ങളിൽ ഉണ്ടാവട്ടെ. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന പൊതുവിഷയങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ ആയി മാറട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തെ, അതായത് കപട രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആ ഒരു നിലപാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വല്ലാത്ത ഒരു ആർജവമുള്ള നിലപാടുകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് എന്ന് ഇപ്പം തന്നെയല്ലേ അതൊക്കെ പറയേണ്ടത്. പിന്നെ എപ്പോഴാണ് ഇതൊക്കെ പറയാൻ നേരം കിട്ടുക? പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും സംഘപരിവാര ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അജണ്ടകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ അതിനെ എതിർക്കാനും മതേതര ചേരികളോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മീഡിയ വണ്ണുകാരനോട് പറയാനുള്ളത് ഈ പണിയല്ല മീഡിയ വണ്ണുകാരൻ എടുക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.